സാക്ഷി മഹാരാജിന്റെ സാന്നിധ്യമാണ് ഉത്തർപ്രദേശിലെ ഉന്നാവോ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. സമുദായ താൽപര്യങ്ങളും ഗ്രാമങ്ങളും വിധി നിർണ്ണയിക്കാറുള്ള ഉന്നാവോയിൽ കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 4 വ്യത്യസ്ത പാർട്ടികളെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉന്നാവോയ്ക്കുള്ളത്. 1999-ൽ SP, 2004-ൽ BSP, 2009-ൽ കോൺഗ്രസ്, 2014-ൽ BJP എന്നിങ്ങനെയായിരുന്നു ഉന്നാവോ തങ്ങളുടെ എംപിമാരെ തെരഞ്ഞെടുത്തത്. വികസനമെത്താത്ത ഗ്രാമങ്ങളിലെ ജാതി സമവാക്യങ്ങളും ജനരോഷവും ഓരോ തവണയും തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചു. 2004-ൽ വെറും 80,000 വോട്ട് നേടി 4ാം സ്ഥാനത്തായ കോൺഗ്രസ് 2008-ൽ 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കോൺഗ്രസ് ജയിച്ചപ്പോൾ കഷ്ടി 1/2 ലക്ഷം വോട്ടുകളുമായി 4ാം സ്ഥാനത്തായിരുന്നു BJP. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലെ മോദി തരംഗത്തിൽ സാക്ഷി മഹാരാജ് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒരിക്കലും അടിസ്ഥാന വോട്ടിൽ വൻ ചോർച്ചയില്ലാത്ത പാർട്ടി ഇവിടെ SP-യും BSP-യുമാണ്. ഇത്തവണയാകട്ടെ ഈ 2 പാർട്ടികളും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. മത്സരരംഗത്തുള്ള പ്രധാന 3 സ്ഥാനാർത്ഥികളും ബ്രാഹ്മണരാണെങ്കിലും ആര് വിജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിലെ ദളിതരും പിന്നാക്ക വിഭാഗങ്ങളും അടങ്ങുന്ന വോട്ടർമാരാണ്. आपको विधायक बनाएंगे, नेता बनाएंगे, प्रधानमंत्री सब कुछ बनाएंगे। अब जनता को तुम जो करोगे ना तो जनता क्या करेगी? समस्या लगभग वही पानी वानी की है और कोई उतना है ना विशेष काम हुआ। लाइन हो गई, पहले तार थे अब केबल हो गए। हाँ, जो किया केंद्र सरकार की योजना जो हैं अच्छी हैं, सुकन्या है और ये सड़क है योजना, ये सब अच्छी हैं। तो उन्नाव में उनके कार्यकर्ता हर बूथ स्तर पे हैं और बूथ का कार्यकर्ता महाराज जी के लिए अपने आप चुनाव लड़ रहा है। महाराज जी को अपनी कैंपेन में बस लोगों से मिलने जाना हो रहा है। बाकी सब कार्यकर्ता महाराज जी के लिए मन बना के बैठा है कि इस बड़ी संसद में महाराज जी को भेजना है. 2014-ൽ കോൺഗ്രസിൽ നിന്ന് ഒഴുകിയെത്തി വോട്ടുകൾ ഇത്തവണയും തുണയ്ക്കും എന്നതാണ് BJP-യുടെ പ്രതീക്ഷ. എന്നാൽ സാക്ഷി മഹാരാജ് മണ്ഡലത്തിൽ തീരെ ജനപ്രിയനല്ല എന്നത് അവരുടെ തലവേദനയാണ്. ഇതിനിടെ ദളിത് സമൂഹങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് മഹാഗഡ്ബന്ധനെ പിന്തുണയ്ക്കും എന്നുള്ള പ്രതീക്ഷയാണ് SP-BSP നേതൃത്വത്തിന്. അനിശ്ചിതത്വമാണ് ഉന്നാവോ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ സാക്ഷി മഹാരാജാവിന്റെ വ്യക്തിപ്രഭാവമോ അദ്ദേഹത്തിന്റെ വിവാദങ്ങളോ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് തോന്നുന്നില്ല. ഉന്നാവോ പട്ടണത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ലിബിൻ സെബാസ്റ്റിനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1 വേണ്ടി.